അതെ, കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു ബിൽഡിംഗ് ഓഫീസറിനെ കൈക്കൂലിക്ക് പിടിച്ച് അതെല്ലാവരും കണ്ടു കാണുമല്ലോ. അങ്ങനെ ഓരോരുത്തരും ഇപ്പം ആ ബിൽഡിംഗ് ഓഫീസറിനെ പിടിച്ച ഓഫീസേഴ്സിനും അതിന് പിടിക്കാനായിട്ട് വഴിയൊരുക്കുക ആളുകൾക്കും എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത് ഇവിടെ തന്നെ അല്ല, എല്ലായിടത്തും എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും സാധാരണക്കാരായ ജനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ പട്ടിയുടെ വില പോലും ഇല്ല. കാരണം അതേപോലെ അവിടെ പോക്കറ്റ് തിരികെ കൊടുത്താലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. കാരണം നമ്മുടെ കയ്യിലെ കാശ് കൊണ്ടാണ് ഇവർക്ക് സാലറിയും എല്ലാം കിട്ടണം. അതുകൂടാതെ പിന്നെയും നമ്മൾ ഇതിങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്കായി ചെല്ലുമ്പോഴും ഇതേപോലെ ഒരു വിലയില്ലാതെ നമുക്ക് എന്തെങ്കിലും അവരോട് ചോദിക്കാൻ തന്നെ ഒരു പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ചെയ്ത് തരുവാ ഇല്ല എന്നുള്ള ഒരു പേടി കൊണ്ട് ആരും ഇതിനെതിരെ പ്രതികരിക്കണില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഓരോരുത്തരും പ്രതികരിച്ചാലും മാത്രമേ ഇതിനൊരു ചെറിയൊരു ശമനം ഉണ്ടാവുകയുള്ളൂ. ഇന്നലെ ആ പെണ്ണിനെ ആ ലേഡീനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് നാണം കെട്ടി ഇരിപ്പാണ് ആ കാറിന്. ആ മക്കളുടെ മുമ്പിൽ വെച്ചാണ് ഈ വേഷം കെട്ട് കാണിച്ചത്. ആ 2-3 മക്കളുണ്ടെന്ന് പറയണം. മക്കളെയുമായിട്ടാണ് കൈക്കൂലി മേടിക്കാൻ വേണ്ടി വന്നേക്കണത്. അപ്പോൾ മക്കള് ഇത് കണ്ടു പഠിക്കണേനാ. എന്ത് നാണം കെട്ടി ഇരിപ്പാണ് ഇരുന്നത്. മുഖം കുത്തി പിടിച്ചിട്ടിരിക്കണം. എന്ത് കാര്യം? മുഖം കുത്തി പിടിക്കേണ്ട കേസാണെന്ന് അറിയാമല്ല. അപ്പോൾ പിന്നെ എന്ത് കാര്യത്തിന് ഈ വക വേഷം കെട്ടിട്ട് നിൽക്കണം? അവനവന് കിട്ടണത് തിന്ന് സാധാരണപ്പെട്ട ജനങ്ങൾക്കുടെ കാര്യങ്ങൾ നടത്തി കൊടുത്ത് ആ കിട്ടുന്ന ശമ്പളവും വാങ്ങി ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റണം. നല്ല ശമ്പളം ഉണ്ടല്ലോ ഇവർക്കൊക്കെ. മക്കളുടെ മുമ്പിൽ കണ്ണും പൊത്തി ഇരിക്കണം. എന്നിട്ട് അതെ ഇങ്ങനെ പ്രതികരിക്കണം നമ്മൾ. അല്ലാതെ ഇനിയിപ്പോൾ പോലീസുകാർക്ക് അവിടെ അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നും വലിയ കാര്യമില്ല. പക്ഷെ നാണം കെടേണ്ടത് കെട്ടുന്നുണ്ട്. ഇനിയെങ്കിലും ഒരു ചെറിയൊരു പേടിയുണ്ടാവും. ഒന്നുമില്ല, എല്ലാവരും ചോദിക്കണ എമൗണ്ട് അങ്ങോട്ട് കൊടുക്കും. ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. ഈ ഇല്ലാത്ത സാധാരണപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യും? ഇവരുടെ ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കണോ നമ്മ? അതിന് മുന്നേ ഒരുപാട് ഇതുണ്ട്. പിന്നെ എല്ലാം ഞാൻ മറന്നു പോണേന്. പിന്നെ നമുക്ക് പ്രതികരിക്കാൻ പറ്റാതെ നമ്മുടെ പ്രഷർ കൂടണേന് പ്രതികരിക്കാൻ പറ്റാതെ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുമ്പ് ഒരു ജോലി ഒരു സർക്കാർ ജീവനക്കാരൻ കൈക്കൂലിയായിട്ട് മേടിക്കണത് മദ്യം പെര നിറച്ച് മദ്യക്കുപ്പി കൊണ്ട് നിറഞ്ഞിരിക്കണേന്ന്. വീട്ടുകാരും പിടിക്കാൻ വന്നപ്പോഴാണ് പെര നിറച്ച് മദ്യക്കുപ്പി. ഇതൊക്കെ കണ്ട് സാധാരണപ്പെട്ട നമ്മുടേതായ ജനങ്ങളുടെ മനസ്സ് മരവിച്ചിരിക്കണേന്ന്. ഇത് പ്രതികരിക്കാൻ പറ്റണ്ടേ നമുക്കിത്? അപ്പം എന്നോടാണ് ഇത് ചോദിക്കുന്നത്. ഞാനും ഇങ്ങനെ തന്നെ പ്രതികരിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഓരോരുത്തരും കൈക്കൂലിക്കെതിരെ ഇങ്ങനെ തന്നെ പ്രതികരിക്കുക. താങ്ക് യു.